സമ്മാനപ്പൊതി. എനിക്കൊരുപാട് സന്തോഷമുള്ള രാത്രിയാണിന്ന്. സമയം ഇപ്പോൾ 9:15. ഞാൻ എൻ്റെ കട്ടിലിൽ കുറേ നുറുങ്ങു വസ്തുക്കളുടെ മുൻപിൽ, എന്ന് വെച്ചാൽ മൽപ്പീലി തുണ്ടുകൾ, പുസ്തകങ്ങൾ, വളപ്പൊട്ടുകൾ, മുത്തുകൾ, അങ്ങനെ നിരവധി. ഇതിനൊക്കെ ഒരു കഥയുമുണ്ട്. ഇതൊക്കെ എൻ്റെ പ്രണയസ്മരണകളാണ്. അതൊക്കെ ഞാനൊരു ചെറിയ പെട്ടിയിലാക്കി ഒരു സമ്മാനപ്പൊതി കൊണ്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ നോക്കി പുഞ്ചിരിയോടെ അങ്ങനെ ഇരുന്നു. പുറത്ത് നല്ല കാറ്റ് വീശുന്നുമുണ്ട്. എൻ്റെ കണ്ണുകൾ ആ കാറ്റിൽ ആടി ഉലയുന്നുമുണ്ട്. പ്രണയസ്മരണകൾ എൻ്റെ മനസ്സിൽ തത്തിലസിക്കുന്നത് പോലെ. എൻ്റെ വീട്ടിൽ എൻ്റെ ഒപ്പം ഒരു കുട്ടി താമസിക്കുന്നുണ്ട്. ആരോരുമില്ലാത്തൊരു കുട്ടി. വീട്ടിൽ അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് പിന്നെ പഠിക്കുന്നുമുണ്ട്. 12ാം തരത്തിൽ. അവൾ പഠിത്തത്തിൽ സമർത്ഥയാണ്. എൻ്റെ സ്വപ്ന ലോകത്തിനൊന്ന് തടസ്സമായി അവൾ വന്നു. ഇതെന്താ ഈ രാത്രിയിൽ ഒരു ഗിഫ്റ്റ് ബോക്സിന്റെ അടുത്ത്? ഒരു ഞെട്ടലോടെ ഞാൻ അവളെ തന്നെ നോക്കി. ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് കിടക്കാറായില്ലേ? ദേ, ഞാൻ പായ വിരിച്ച് ഉറങ്ങാൻ പോവുകയാണ്. ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കിയാൽ ഉറങ്ങാമായിരുന്നു. ഓഫാക്കാം. അല്ല, എന്തു പറ്റി? സ്വപ്നലോകത്തിലാണോ? ആ സ്കൂൾ അധ്യാപകനാണോ ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ? നാളെ ഞങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് 6 വർഷം തികയുന്നു. ഈ വർഷങ്ങളുടനീളം അദ്ദേഹവും ഞാനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുറേ വസ്തുക്കൾക്ക് സാക്ഷിയാകേണ്ടതായി വന്നിട്ടുണ്ട്. അവയൊക്കെയാണ് ഇത്. നാളെ ഞാൻ അദ്ദേഹത്തിനെ കാണും. ഈ സമ്മാനപ്പൊതി ഏൽപ്പിക്കും. അദ്ദേഹം ഷോക്ക്ഡാകും. എന്നോടുള്ള പ്രണയം സത്യമായിരുന്നെങ്കിൽ. ഞാൻ അവളെ നോക്കി. നീ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോളൂ, ഞാനും കിടക്കുകയാണ്. പക്ഷേ ഉറങ്ങാൻ പറ്റുമോ എന്നറിയില്ല. സുഖമുള്ള അനുഭൂതിയായി ഞാൻ എൻ്റെ പ്രണയിനെ സ്വപ്നം കണ്ട് കിടക്കും. അടുത്ത ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ അമ്മ കട്ടിലിൽ നല്ല തലവേദനയാൽ കിടക്കുന്നത് കണ്ട്. സാരിയിലാണ് കിടന്നിരുന്നത്. ഞാൻ ചോദിച്ചു, അമ്മ എവിടെ പോയിട്ട് വന്നതാണ്? നമ്മുടെ പള്ളിയിലെ സണ്ണിയുടെ വിവാഹ നിശ്ചയമായിരുന്നു എന്ന്. പോയിട്ട് വന്നതേ ഉള്ളൂ. നല്ല തലവേദന. മോള് ചായയിട്ട് കുടിക്കത്തില്ലേ? അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ചുണ്ടുകൾ വലിഞ്ഞു മുറിയുന്നത് പോലെ, കണ്ണും ഹൃദയവും നിറഞ്ഞു തുളുമ്പുന്നത് പോലെ. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. നേരെ എൻ്റെ മുറിയിൽ പോയി വാതിലടച്ചു. വാതിൽ ചാരി നിന്ന് ഒരുപാട് കരഞ്ഞു. ഞാൻ എന്തായിരുന്നു വിചാരിച്ചിരുന്നത്? ഇതെന്താ ഇങ്ങനെ? ഞാൻ എന്താ ഒന്നും അറിയാതിരുന്നത്? ഇത് യാഥാർത്ഥ്യമാണോ അതോ സ്വപ്നമാണോ? എൻ്റെ ദൈവമേ, എന്താ എനിക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്? ഞാൻ എൻ്റെ കണ്ണുകൾ ഇന്നലെ രാത്രി ഒരു ബോക്സിലാക്കിയ എൻ്റെ പ്രണയ കോട്ടുകളിലേക്ക് പോയി. അതിനെ ദയനീയമായി ഞാനൊന്ന് നോക്കി. ഇനി അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന മട്ടിൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആ കുട്ടി കടന്നു വന്നു. ഞാൻ കരയുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് അവൾ കണ്ടു. എന്നെ നോക്കി. അവൾ പറഞ്ഞു, ചേച്ചി. ഞാൻ അവളെ നോക്കി. അവൾ തുടർന്നു, ഇന്ന് സാറിൻ്റെ വിവാഹ നിശ്ചയമായിരുന്നു. ഞാൻ മുറിയുടെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അവൾ ചോദിച്ചു, ചേച്ചി എങ്ങോട്ട് പോകുന്നു? ഞാൻ പോയിട്ട് വരാം, പെട്ടെന്ന് വരാം. എങ്ങോട്ട്? ഇപ്പോൾ ഒന്ന് ചോദിക്കരുത്, ആരോട് പറയുകയും ചെയ്യരുത്. ഞാൻ വേഗം വരാം. ഞാൻ പോയത് സണ്ണിച്ചായൻ്റെ വീടിൻ്റെ ലക്ഷ്യം വെച്ച് തന്നെ. സ്കൂട്ടിയിലാണ് പോകുന്നത്. ഞാൻ ഇച്ചായൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ പ്രവേശിച്ചു. ഇച്ചായൻ്റെ അമ്മ ആ പൂമുഖത്ത് നിൽക്കുന്നുണ്ട്. എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. എനിക്ക് തിരിച്ചു ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരുതരം മരവിച്ച അവസ്ഥ. ഒട്ടും ആമാദിക്കാതെ ഞാൻ വന്ന കാര്യം പറഞ്ഞു. സണ്ണിച്ചായൻ മുറിയിലുണ്ട്, ഞാൻ വിളിക്കാം. ഞാൻ പോയി കണ്ടോളാം. ശരി, മോള് കയറി വരും. ഞാൻ ഇച്ചായൻ്റെ മുറിയിൽ പ്രവേശിച്ചു. എന്നെ ഇച്ചായൻ കണ്ടു. ഒരു ഷോക്ക് ഏറ്റതുപോലെ സ്തംഭിച്ചു നിന്നതല്ലാതെ ഒരക്ഷരം ഒഴുകില്ല. ഞാൻ ഇച്ചായനെ നോക്കി നിറഞ്ഞ മിഴിയോട് നിന്നു.
ഇച്ചായൻ്റെ പേരൊന്ന് വിളിക്കണമെന്നുണ്ടാകാം. പക്ഷേ ഒന്നും പറയുന്നില്ല. എനിക്കും കൂടുതലൊന്നും പറയണമെന്നില്ലായിരുന്നു. ഏതാനും ചില വാക്കുകൾ മാത്രം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്തിനായിരുന്നു എന്നെ മോഹിപ്പിച്ചത്? വെറുതെ നടന്നിരുന്ന എന്നെ എന്തിനായിരുന്നു ഇച്ചായനിലേക്ക് വലിച്ചിഴിച്ചത്? ഞാൻ എന്താ ചെയ്യേണ്ടേ? ഒന്നാലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ഇച്ചായൻ എൻ്റെ അല്ല എന്നറിഞ്ഞ നിമിഷം, ഇന്നലെ വരെ എൻ്റെ മാത്രമെന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ ഇന്ന് എൻ്റെ അല്ല എന്നറിയുമ്പോൾ എന്നോടൊന്ന് പറയാമായിരുന്നു. ഇച്ചായൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന്. ആദ്യം സങ്കടം വരും, എന്നാലും ഇത്രയും വരില്ലായിരുന്നു. പേടിക്കണ്ട, ഞാൻ ഒന്നിനും വരില്ല. ജീവിതം അവസാനിപ്പിക്കുകയില്ല. 6 വർഷത്തിന്റെ പ്രണയബന്ധമുണ്ട് നമ്മൾ തമ്മിൽ. അത്രയും മതി. ഈ ഓർമ്മകൾ മാത്രം മതി. സന്തോഷത്തോടെ ജീവിക്കുക. ഈശ്വര അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് വന്നു. വർഷങ്ങൾ പിന്നിട്ടു. ഇതുവരെ ഞാൻ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. മനഃപൂർവ്വമല്ല, എനിക്ക് ഭാഗ്യവശാൽ അങ്ങനൊരു വിധി വന്നില്ല. അതിനാൽ ഇന്നും എൻ്റെ പ്രണയത്തെ തന്നെ താലോലിച്ചണയ്ക്കാൻ സാധിക്കുന്നു. ആർക്കും ഒരു ഉപദ്രവമാകാതെ എൻ്റെ പ്രണയസ്മരണകളിൽ മാത്രം ജീവിക്കാൻ കഴിയുന്നു. എനിക്ക് വേണമെങ്കിൽ വാശി കാണിച്ച് എൻ്റെ പ്രണയത്തെ സ്വന്തമാക്കാമായിരുന്നു. എൻ്റെ ഹൃദയം കവർന്ന അദ്ദേഹത്തിനെ എന്നിലേക്ക് തന്നെ തിരിച്ചു പിടിക്കാമായിരുന്നു. എന്നിട്ടും ഞാൻ എന്തേ ഒന്നിനും പോകാതിരുന്നത്? ബലം പ്രയോഗിച്ച് വാങ്ങിച്ചു കൂട്ടുന്നതാണോ സ്നേഹം? അങ്ങനെ ബലമായി വാങ്ങിച്ചാൽ എന്നെ പിന്നെ സ്നേഹിക്കുമെന്ന് എന്താ ഉറപ്പ്? അതിനേക്കാളും ഭേദം ഞാൻ നിശബ്ദമായി പിന്മാറുന്നതല്ലേ. ഇന്നും ഒന്നു മാത്രം അറിയാം, അദ്ദേഹത്തോടുള്ള പ്രണയം മായുന്നില്ല. ഒരു ദിവസം പോലും അദ്ദേഹവും ഞാനും ഒരുമിച്ച് പങ്കുവച്ചിട്ടുള്ളതുമായ ഓർമ്മകൾ ഓർക്കാതിരിക്കുന്നുമില്ല. അവ മരിക്കുന്നുമില്ല. എന്നാലും ഒരു കാര്യം മനസ്സിലാവുന്നില്ല. മറ്റൊരു വിവാഹം കഴിക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്നെ എന്തിനു സ്നേഹിച്ചു? മറ്റൊരു വിവാഹം ചെയ്യാനായിരുന്നെങ്കിൽ പിന്നെ എന്നോട് ഒന്ന് പറയാമായിരുന്നു. എന്നെ അദ്ദേഹത്തിന് മടുത്തിരിക്കുന്നു എന്ന്. അതോ ഒരു ടൈം പാസിനായിരുന്നു എന്നെ ഈ പ്രണയത്തിലേക്ക് വലിച്ചിഴിച്ചത്? അതോ ഞാൻ അദ്ദേഹത്തിന് ചേരുന്നവളല്ല എന്ന് മറ്റൊരു പെണ്ണിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്? അറിയില്ല. ഞാൻ ജീവിക്കുന്നു അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടിയല്ല. എൻ്റെ വിധി എങ്ങനെയാണോ അങ്ങനെ പോകട്ടെ. വിധി പറയട്ടെ ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. വിധി നിശ്ചയിക്കട്ടെ എൻ്റെ ജീവിതം എങ്ങനെയായി തീരണമെന്ന്. ജീവിതം ഞാൻ എൻ്റെ വിധിക്ക് കടം കൊടുത്തിരിക്കുന്നു. മരിക്കാത്ത പ്രണയമോഹങ്ങളോടെ ഇന്നും എൻ്റെ പ്രണയിനിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു.